മോദി സാർ അങ്ങ് നിർത്തുക. ഈ വാഗ്ദാനങ്ങൾ കേട്ട് ഞങ്ങൾക്ക് മടുത്തുപോയി. എന്തിനാണ് ഈ വാഗ്ദാനങ്ങൾ പറഞ്ഞ് സാധാരണക്കാരെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളോട് തീർച്ചയായും ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. 2014 മോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ തന്നെ ഒരുപാട് വാഗ്ദാനങ്ങൾ പറഞ്ഞിരുന്നു. ആ വാഗ്ദാനങ്ങളൊക്കെ ഇപ്പോൾ ചവറ്റുകൊട്ടയിലാണെന്നറിയാം. അതിനിടയിലാണ് പുതിയ വാഗ്ദാനങ്ങളുമായി നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത്. നരേന്ദ്രമോദി മുംബൈയിലെ ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കുറച്ച് വാഗ്ദാനങ്ങൾ വീണ്ടും പറഞ്ഞിരിക്കുന്നത്. അതായത് 99% വരുന്ന ആവശ്യ വസ്തുക്കൾക്ക് 18% താഴെ GST ആയിരിക്കും എന്നുള്ളതാണ്. അതായത് അതിൽ ഇടിവ് വരുത്തിയാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു വിലക്കുറവ് നമുക്കിടയിൽ തന്നെ ഉണ്ടാകും. ആവശ്യ സാധനങ്ങൾക്കൊക്കെ വലിയ വില കുറയുകയും ചെയ്യും. എന്നാൽ ഇത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുമെന്നാണ് തോന്നുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഇത് നടപ്പിൽ വരുത്തും എന്നുള്ളത് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുമില്ല. അതായത് ഒരു വെറും വാഗ്ദാനം എന്ന രീതിയിൽ മാത്രമേ ഇതിനിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. NDA സർക്കാർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തുറന്നു പറച്ചിലിന് തയ്യാറാവുന്നത്. NDA സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം പറഞ്ഞ വാഗ്ദാനങ്ങളിൽ പലതും ഇപ്പോഴും പാതി വഴിയിൽ നിൽക്കുകയാണ്. അത് നോട്ട് നിരോധനം മുതൽ നമ്മൾ കണ്ടുവന്നതുമാണ്. അതിനിടയിലാണ് 18% താഴെ GST കൊണ്ടുവന്ന് ആവശ്യ സാധനങ്ങളിൽ വലിയ ഇടിവുണ്ടാക്കി സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പുതിയ പദ്ധതികൾ നടപ്പിലാക്കുകയും അവർക്ക് വേണ്ട രീതിയിൽ ചെറിയ തുകയിൽ സാധനങ്ങൾ ലഭ്യമാക്കുന്ന ഒരു രീതി രാജ്യത്ത് നടപ്പിലാക്കുമെന്നാണ് നരേന്ദ്രമോദി അവകാശപ്പെടുന്നത്. എന്നാൽ ഈ പദ്ധതി നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആലോചനകളും അതോടൊപ്പം തന്നെ ഇതിനോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള പദ്ധതികളും മുൻകൂട്ടി തയ്യാറാക്കി അതിനുവേണ്ടി മുൻപോട്ട് വരേണ്ടതുണ്ട്. ഒരു സുപ്രധാന നിമിഷത്തിൽ നരേന്ദ്രമോദി പറഞ്ഞാൽ GST 18% താഴെയാക്കി കഴിഞ്ഞാൽ അതിൽ പലതരത്തിലുള്ള പിഴവുകളും സംഭവിച്ചേക്കാം. GST ഇപ്പോൾ നിലവിലുള്ളത് 0%, അതായത് ഇങ്ങനെയുള്ള സ്ലാബുകളിലാണ് 0%, 5%, 12%, 18%, 28% എന്നിങ്ങനെയാണ്. എന്നാൽ 28% ഇപ്പോൾ നിലവിൽ ഈടാക്കുന്നത് ആഡംബരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ്. അതായത് വിമാനം, മദ്യം, സിഗരറ്റ് പോലെയുള്ള കാര്യങ്ങൾക്കും അതോടൊപ്പം തന്നെ ആഡംബര കാറുകൾക്കുമാണ് ഈ 18% നിലവിൽ 28% നിലവിൽ ഈടാക്കുന്നുള്ളത്. അങ്ങനെ ആയാൽ തന്നെ ഈ 28% സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു ഘടകമല്ല, മറിച്ച് സാധാരണക്കാരെ ബാധിക്കുന്നതോ ഈ 18%ന്റെ ഒരു കണക്കാണ്. ഈ 18% സാധാരണക്കാരന്റെ ആവശ്യ സാധനങ്ങൾക്ക് മേലിൽ ചാർത്തപ്പെടുമ്പോൾ അത് സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തിൽ തന്നെ അത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഒരു ദിവസത്തെ വേതനം പറ്റി ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾക്ക് ആവശ്യ സാധനങ്ങൾ വാങ്ങുമ്പോൾ ആവശ്യ സാധനങ്ങൾക്ക് വലിയ ഭീമമായ തുക ഈടാക്കുന്ന ഒരു സാഹചര്യം 18% വരുന്ന GSTയിൽ ഉണ്ടാകുന്നു. എന്നാൽ ഈ 18% GST ഇടിക്കുകയും അത് കുറച്ചുകൊണ്ട് 18% താഴെ കൊണ്ടുവന്നുകൊണ്ട് ആവശ്യ സാധനങ്ങൾക്കൊക്കെ 18% താഴെ കൊണ്ടുവന്നുകൊണ്ട് അത് വെട്ടിച്ചുരുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ മോദി നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. എന്നാൽ ഇത് നടപ്പിൽ വന്നാൽ വലിയ ഉപകാരമാണ്. പക്ഷെ ഇത് നടപ്പിൽ വരുമോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴുമുള്ള ഒരു സംശയം. കാരണം പല രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നൽകി ഇന്ത്യയുടെ ജനതയെ വഞ്ചിച്ച ഒരു സർക്കാർ തന്നെയാണ് NDA സർക്കാർ. ഈ സർക്കാരിന്റെ ഒരു വാഗ്ദാനങ്ങൾ കേൾക്കുമ്പോൾ അത് ഒറ്റ വാക്കിൽ വിശ്വസിച്ച് അതിനുവേണ്ടി വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നൽകാൻ മാധ്യമങ്ങളും തയ്യാറായി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ, അതായത് ഒരു സുപ്രധാന നിമിഷത്തിലാണ് GST പോലെയുള്ള ഒരു സമ്പ്രദായം നടപ്പിൽ വരുത്തുന്നത്. അതായത് പല രാജ്യങ്ങളിലും നികുതി ശതമാനം കൂട്ടുമ്പോൾ തന്നെ അത് വളരെയധികം പരിശോധിച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ്. എന്നാൽ നമ്മുടെ രാജ്യത്ത് GST കൊണ്ടുവരുന്നത് ഒരു സുപ്രധാന നിമിഷത്തിലാണ്. അതും ഇപ്പോൾ പല രീതിയിലുള്ള പ്രയാസങ്ങളെ വിളിച്ചു വരുത്തിയ ഒരു സാഹചര്യത്തിൽ അത് വെട്ടിച്ചുരുക്കുന്ന ഒരു കണക്കുകളും അത് വളരെ പരിശോധനയ്ക്ക് വിധേയമാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു ടെലിവിഷൻ ചാനലിൽ ഇരുന്നു കൊണ്ട് വാഗ്ദാനമായി എടുത്തു പറയുമ്പോൾ അത് പരിശോധിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ ആവശ്യം തന്നെയാണ്. അത് ഏറ്റുപിടിച്ചുകൊണ്ട് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കും എന്നുള്ള ഒരു വിചാരം മുന്നിലോട്ട് വെക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണ തന്നെയാണ് മോദി സാർ. കാരണം അത് വലിയൊരു തിരിച്ചടി തന്നെ നിങ്ങൾക്ക് ലഭിക്കും. കാരണം വാഗ്ദാന വഞ്ചകരായ നിങ്ങളുടെ സർക്കാരിനെ ജനങ്ങൾക്ക് മടുത്തത് കൊണ്ടാണ് കോൺഗ്രസിനെ ഇപ്പോൾ രാജ്യത്ത് തിരിച്ചു വിളിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.